രാവിലെ എന്തുണ്ടാക്കും എന്നുള്ള ആലോചനയ്ക്കൊടുവിൽ അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പണ്ട് ഞാനും ഇവനും ശത്രുക്കളായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നേ. എനിക്കാണെങ്കിൽ ഇതിലൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പം എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പമാണ്. അങ്ങനെ ഇടിയപ്പം എല്ലാം വീശി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവട്ടെ. പിന്നെ ഇന്ന് മീൻകറി വയ്ക്കാൻ വേണ്ടിയിട്ട് മീനൊക്കെ ഐസ് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ച് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മീൻകറിയൊക്കെ ഉണ്ടാക്കണം. പിന്നെ വേറൊരു സംഭവം കാണിച്ചു തരാം. ഒരൊറ്റ മഴ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇങ്ങനെയാ, ചിറാപ്പൂഞ്ചി പോലെയാ. നമ്മുടെ വീടിൻ്റെ ചുറ്റിലും ഉറവയുണ്ട്. മഴക്കാലം ആയാൽ നല്ല രസമാണ്. പണ്ടൊക്കെ പൊന്നും മിന്നും ഒക്കെ ചെറുതായിരുന്ന സമയത്ത് ഞാൻ അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങനെ കുളിപ്പിക്കുമായിരുന്നു. വീടിന്റെ ചുറ്റിലും ഇങ്ങനെ ചെറിയൊരു തോട് പോലെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. പണ്ടൊക്കെ ഇവിടെ നമ്മൾ തുണിയൊക്കെ അലക്കുമായിരുന്നു. പിന്നെ ഈ ഒരു വെള്ളമാണ് നമ്മൾ കുടിക്കാനും പിന്നെ അടുക്കളയിൽ ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഉപയോഗിക്കുന്നില്ല കേട്ടോ. പിന്നെ വേറൊരു സംഭവം കാണിച്ചു തരാം. മിന്നു മദ്രസയൊക്കെ കഴിഞ്ഞ് വന്നപ്പം അവളാട്ടോ ആദ്യം കണ്ടത് വലിയൊരു തവള. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാട്ടോ ഞാൻ ഇത്രയും വലിയൊരു തവളേനെ കാണുന്നത്. പിന്നെ ഇന്ന് രാവിലെ നമ്മുടെ തൊട്ടടുത്തുള്ള അംഗൻവാടിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നേ, കുഞ്ഞുങ്ങളുടെ വെയിറ്റും ഹൈറ്റും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി അങ്ങോട്ട് പോകാൻ പോകും. ബിലാലിന് ഇപ്പൊ 2 വയസ്സായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അംഗൻവാടിയിൽ വിടാറൊന്നും ആയിട്ടില്ല കേട്ടോ. കുളിച്ച് കുട്ടപ്പനായിട്ട് എവിടെയാ പോന്നെ? അംഗൻവാടി സ്കൂളിൽ. എന്തിനാ പോന്നേ? കുളിച്ചോ? എവിടെയാ പോന്നേ? എവിടെയാ പോന്നേ? സ്കൂളില്. അംഗൻവാടി സ്കൂളിൽ പോവാ. പോവാം, നമുക്ക് പോവാം. മിന്നുവിന് ടാറ്റ കൊടുക്ക്. നമ്മുടെ ഇവിടെ കുഞ്ഞാവയും കൂടി വരുന്നുണ്ട്. അവളുടെ വെയിറ്റും കൂടി നോക്കണം. മിലാലിന് ഇവിടെ വരാൻ വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നേ. പക്ഷെ ഇവിടെ വന്നപ്പോ ഉണ്ടല്ലോ ആൾ അന്തം വിട്ട് കുന്തം പോലെ ഇരിക്കുവാണ്. ആദ്യം അവൻ എന്തോ ഒരു പേടി പോലെയായിരുന്നു. പിന്നെ പിള്ളേരെയൊക്കെ കണ്ടപ്പം സെറ്റായി. പിന്നെ കുഞ്ഞാവേനെ അവന്റെ മടിയിൽ ഇരുത്തണം എന്ന് പറഞ്ഞിട്ട് അതിനെ കെട്ടിപ്പിടിച്ചിരുത്തുന്നുണ്ട്. അപ്പൊ ശരി.